പത്തനംതിട്ട ജില്ലയിൽ രാപ്പകലില്ലാതെ ലഹരി പുകയുന്നിടമാണ് അടൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം. സെന്റ് മേരീസ് ഗേൾസ് സ്കൂളിലേക്കുള്ള വഴിയിൽ കുട്ടികളെ വരവേൽക്കുന്ന സിഗരറ്റ് കുറ്റികളാണ്. പ്രദേശത്ത് ലഹരി സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം രാത്രി സമയങ്ങളിൽ പതിവാവുകയാണ്. അടൂർ നഗരത്തിൽ രാത്രികാലങ്ങളിലും ഉണർന്നിരിക്കുന്നിടമാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന സെന്റ് മേരീസ് സ്കൂളിലേക്കുൾപ്പെടെ പോകുന്ന വഴിയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ പ്രധാന കേന്ദ്രം. ഒന്ന് കണ്ണോടിച്ചാൽ കാണാനാകുക സിഗരറ്റ് കുറ്റികളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റുകളും സോഡാ കുപ്പികളുമാണ്. രാത്രി സമയങ്ങളിലാണ് പ്രദേശത്ത് കൂട്ടായ ലഹരി ഉപയോഗം നടക്കുന്നത്. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കടകൾ ഉൾപ്പെടെയുള്ളതിനാൽ ബസ് ഇറങ്ങി വരുന്നവരുൾപ്പെടെ ആദ്യം വരിക ഈ വഴിയിലേക്കാണെന്ന് പ്രദേശത്തെ കൗൺസിലർ റോണി. ഇത് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ട് വരുന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതലുള്ളത്. എങ്കിലും വളരെ ജാഗ്രതയിലാണ് റെസിഡൻറ്റ് അസോസിയേഷനും ഇവിടുത്തെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇവിടുത്തെ നല്ലവരായ ജനങ്ങളും എല്ലാം വളരെ കാര്യമായി തന്നെ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്, അതിന് ഇടപെടുന്നുമുണ്ട്. 24 ലഹരി വിരുദ്ധ യാത്ര പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിന് പിന്നാലെ ഒരു പരിധിവരെ പ്രശ്നപരിഹാരം ഉണ്ടായെന്നും കൗൺസിലർ റോണി. പൊതുവേ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു തമ്പഴിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇത്. ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പൂർണ്ണമായി അത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് പോലീസും നഗരസഭയും എല്ലാം ഇടപെടുന്നുണ്ട്. പക്ഷെ എങ്കിലും രാത്രി കാലങ്ങളിൽ ഇവിടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അടൂർ പോലീസും എക്സൈസും പ്രദേശത്ത് പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട്. അപ്പോഴും ലഹരിയുടെ ഉപയോഗം തകൃതിയാണിവിടെ. അടൂർ നഗരത്തിൽ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഈ ലഹരി പുകയുന്ന ഇടം. 6 രൂപയുടെ സിഗരറ്റ് മുതൽ ലക്ഷങ്ങൾ വരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് വരെ ഇവിടെ എത്തി പലപ്പോഴായി പലരും ഉപയോഗിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കേണ്ടത് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും മാത്രം ഉത്തരവാദിത്തമല്ല. അക്കാര്യത്തിൽ സമൂഹത്തിന് ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അത് നിറവേറ്റുക തന്നെ വേണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട.